സോ ഗൈസ് നമസ്കാരം. വൺ ഡേസ് ഓഫ് എർത്ത് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുകയാണ്. സോ എൻ്റെ കയ്യിൽ ഉള്ളത് ഒരു പിൻ ലെറ്ററാണ്. ഗൂഗിളിൽ നിന്ന് എനിക്ക് വന്ന പോസ്റ്റ് ഓഫീസ് വഴി വന്നൊരു പിൻ ലെറ്ററാണ്. പിൻ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ATM കാർഡൊക്കെ വരുമ്പോഴത്തേക്കിനും അതിൻ്റെ കൂടെ കിട്ടുന്ന നമുക്ക് ATM കാർഡിന് ഒരു 4 ഒരു പിന്നിൽ വരും. അതേപോലെയുള്ള ഒരു പിന്നാണ് വരുന്നത്. ഇതിൻ്റെ ആഡ്സെൻസ് എന്ന് പറയുമ്പോഴത്തേന് ഗൂഗിൾ ആഡ്സെൻസിൽ വരുന്നത് ഒരു 6 സംഖ്യയുള്ള ഒരു പിൻ ലെറ്ററാണ് വരുന്നത്. അത് എനിക്കും കിട്ടിയിരിക്കുകയാണ്. എനിക്കെന്നല്ല, നമുക്ക് കിട്ടിയിരിക്കുകയാണ്. വൺ ഡേസ് ഓഫ് എർത്ത് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പിൻ ലെറ്റർ കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ക്രൈറ്റീരിയ, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം മുമ്പോട്ട് പോകണമെങ്കിലും ഒരു സ്റ്റെപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗൂഗിൾ ആഡ്സെൻസിൻ്റെ പിൻ ലെറ്റർ വന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് വരുന്നത്. ഇൻ്റർനെറ്റിൽ, അതായത് നമുക്കിപ്പോൾ ഒരു സൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നമുക്ക് ഗൂഗിളിൻ്റെ ആഡ്സെൻസ്, അതായത് ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് യൂട്യൂബിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കിനും, ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെ കാണുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് ഒരു 10 സെക്കൻഡിൽ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് ആഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ആഡ്സ് വരുന്നതിൽ നിന്നാണ് നമ്മളിടുന്ന ക്രിയേറ്റേഴ്സിന് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതിൻ്റെ ഒരു നിശ്ചിത വരുമാനമാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ 55% യൂട്യൂബ്, അതായത് ക്രിയേറ്റേഴ്സിനും 45% യൂട്യൂബിനാണ് ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് നിന്ന് വരുന്ന ആഡ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് പപ്പാതിയായിട്ട് എടുക്കുന്നത്. സോ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഫിനിഷ് ചെയ്യണമെങ്കിൽ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ ഇത് വരണം. അപ്പോൾ അതിന് എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നിന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനലിൽ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയസ് നമ്മൾ ആദ്യം ഫിനിഷ് ചെയ്യണം. 4000 വാച്ച് അവേഴ്സും 4000 വാച്ച് അവേഴ്സോ ഇല്ലെങ്കിൽ 10 മില്യൺ പബ്ലിക് ഷോർട്ട് വ്യൂസോ ഇല്ലെങ്കിൽ 10,000 സബ്സ്ക്രൈബേഴ്സോ. 4000 വാച്ച് അവേഴ്സോ 10 മില്യൺ ഷോർട്ട് വ്യൂസ് ആണ് വരേണ്ടത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഫിനിഷ് ആയാലും പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സും പിന്നെ 3 വീഡിയോസും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അതിന് കയറാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ക്രൈറ്റീരിയ, അതായത് നമ്മൾ യൂട്യൂബിൻ്റെ പാർട്ട്ണർ ആകാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ ആ ഒരു ക്രൈറ്റീരിയ ഫിനിഷ് ചെയ്യണം. അപ്പം അത് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് കാരണം കൊണ്ടാണ് അത് നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ, നമുക്ക് സൂപ്പർ കോയിൻസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവം, ഒരു 3 ഓപ്ഷൻസ് ഒക്കെ വരും. അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് നമുക്കിപ്പം എല്ലാ കാര്യങ്ങളും കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് അതിന് ശേഷം നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള അഡ്രസ്സ് കൊടുക്കുമ്പോഴത്തേക്കിന്, ഇതാണ് എൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള അഡ്രസ്സ്. ഈ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള അഡ്രസ്സിലേക്ക് നമ്മൾ അഡ്രസ്സ് കൊടുക്കുമ്പോഴത്തേക്കിനാണ് ഈ ഒരു പിൻ ലെറ്റർ അതിലേ വരുന്നത്. അപ്പം കുറച്ച് പേർക്ക് നോർമലി ഉള്ളത് 4 ആഴ്ചക്കുള്ളിലാണ് ഈ ഒരു പിൻ ലെറ്റർ വരേണ്ടത്. സോ എനിക്കൊരു 2 ആഴ്ചക്കുള്ളിൽ ഈ ഒരു പിൻ ലെറ്റർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പിൻ ലെറ്ററിൻ്റെ, ഇതിൻ്റെ അകത്തുള്ള പിൻ ലെറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ അകത്തൊരു 6 സംഖ്യ പിന്നുണ്ട്. ആ ഒരു പിന്ന് നമ്മൾ ഇതിൻ്റെ സൈഡിൻ്റെ അകത്ത് കയറിയിട്ട് വീണ്ടും നമ്മൾ അടിച്ചു കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ടാക്സിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ക്രിയേറ്റർ ആണെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയാസ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്ത് അതിൽ നിന്നെല്ലാം നമ്മൾ ജയിച്ച് വരണം. എല്ലാ ക്രൈറ്റീരിയകളും നമ്മൾ ഫിനിഷ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൻ്റെ ഒരു പാർട്ണർ ആകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കും വന്നിരിക്കുകയാണ്. എൻ്റെ വീട് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ വാഗമണ്ണിന് അടുത്ത് പശുപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ എനിക്കും ഇതേപോലെ യൂട്യൂബിൽ നിന്നൊരു വരുമാനം ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗമാകാൻ വേണ്ടിയുള്ള ഗൂഗിളിൻ്റെ ആഡ്സെൻസിൽ നിന്നുള്ള നമുക്കൊരു ലെറ്റർ വന്നിരിക്കുകയാണ്, പിൻ ലെറ്റർ വന്നിരിക്കുകയാണ്. സോ ഇതും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് ഇനി നമ്മുടെ ചാനലിലേക്ക് നമുക്ക് ആഡ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് നമുക്ക് വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കത്തുള്ളൂ. ഇതുവരെയായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇത് കിട്ടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ, അതായത് ഫുള്ളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് ഒരുപാട് പേര് അതിനെക്കുറിച്ച് വീഡിയോസ് കിട്ടുന്നുണ്ട്. സോ എനിക്കിത് കിട്ടിയത് എങ്ങനെയാണ് കിട്ടിയത്, ഇത് എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് നമുക്ക് വലിച്ചു നീട്ടാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇതെന്തിനാണ് ഈ ഗൂഗിളിൻ്റെ ആഡ്സെൻസിൽ നമുക്ക് ഈ ഒരു സംഭവം വരുന്നത് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഒരു ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ, നിങ്ങളൊരു ക്രിയേറ്റർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ക്രൈറ്റീരിയസ് എല്ലാം ഫിനിഷ് ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണിത്. അപ്പം നിങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക, പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റിനോട് നമ്മൾ നീതി പുലർത്തിക്കൊണ്ട് നിന്ന് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു വീഡിയോ കയറിയില്ലെന്ന് പറഞ്ഞ് ഒരു വീഡിയോ നമുക്ക് റീച്ച് ആയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് പോകാൻ വേണ്ടി സമ്മതിക്കരുത്. നമ്മുടെ മനസ്സിനെ അതിനെക്കൊണ്ട് സമ്മതിക്കാൻ ഇടവരുത്തരുത്. നമ്മൾ നോർമലി തന്നെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഏതെങ്കിലും ഒരു സമയമാകുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് കയറി വരും. ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ്, ആരും ആദ്യം തന്നെ ഇങ്ങനെ കയറി പോകുന്നവരല്ല. എൻ്റെയും ഏകദേശം ഒരു 100-140 വീഡിയോസിൻ്റെ അടുത്തൊക്കെ ആയപ്പോഴാണ് ഈ ഒരു വീഡിയോ റീച്ച് ആയതും അങ്ങനെയാണ് മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിച്ചത്. സോ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്ക് നീതി പുലർത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ
നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നമുക്ക് വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് വരുമാനം കിട്ടിയത്, എന്തെങ്കിലുമൊക്കെയാണ് കിട്ടിയത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഫാമിലിയിൽ വന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം എൻ്റെ കൂടെ ഏകദേശം ഇപ്പോൾ ഒരു 34,850 സബ്സ്ക്രൈബേഴ്സിന് അടുത്തോളം ആയിട്ടുണ്ട്. സോ സബ്സ്ക്രൈബ് നിന്ന് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. കേരളക്കാർ മാത്രമല്ല, ഇന്ത്യക്കാർ മാത്രമല്ല, ബംഗ്ലാദേശും പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ട്. സോ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് റിസോർട്ട് ഫീൽഡിൽ, ഹോട്ടൽ ഫീൽഡിൽ നമ്മൾ ടവൽ വെച്ചുള്ള മേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് മലയാളിയാണോ ഇല്ല വേറെ സംസ്ഥാനത്തിലുള്ളവരൊക്കെയാണോ എന്ന്. നമ്മൾ തനി മലയാളിയാണ്, ഇടുക്കിക്കാരനാണ്. അപ്പോൾ ഇടുക്കിയിൽ നമ്മൾ ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ്, പശുപ്പാറ എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് നമ്മൾ യൂട്യൂബിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റിസോർട്ട് പരമായിട്ട് മാത്രമല്ല, നമുക്ക് ട്രാവൽ ചെയ്യുന്നതും ഫുഡിൻ്റെ റിവ്യൂ കാര്യങ്ങളും, നമുക്ക് റിസോർട്ടിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഫാമിലി ഒക്കെ ആയിട്ടുള്ള, ഫാമിലിയുടെയും എല്ലാമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നല്ല വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ ഇനി വരുന്നതായിരിക്കും. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു iPhone 13 നമ്മൾ മേടിച്ചിട്ടുണ്ട്. സോ ആ ഒരു iPhone 13 നമ്മൾ മേടിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. സോ അത് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സപ്പോർട്ടും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. ഇതിന് മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് Redmi Note 9 Pro എന്ന് പറയുന്ന ഒരു മൊബൈലിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ മൊബൈലാണ് എന്നെ ഇത്രയും തോളം എന്നെ ആക്കിയത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അതിനെ ഇട്ട് തന്നെ നമ്മൾ ഒരുപാട് കൊല്ലുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു ഫോൺ മേടിച്ചത്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ട്രാവൽ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ സീരിയസ് എന്ന രീതിയിൽ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, മറ്റുള്ളവർക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസുകളൊക്കെ ഇനി ഇടുമ്പോഴത്തേക്കും നമുക്ക് ഇടാനായിട്ടുള്ള ഇൻസ്പയർ വരത്തുള്ളൂ. അപ്പോൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും മറ്റൊരു ദിവസം വേഗം വരുന്നത് വരെ ബൈ.